എങ്കിൽ എന്താണ് ഈ ഇക്കിഗായ്? മനുഷ്യന് സന്തോഷം നൽകുന്ന, മനുഷ്യന് ദീർഘായുസ് നൽകുന്ന ആ ഇക്കിഗായ് എങ്ങനെ കണ്ടെത്താം? 4 കാര്യങ്ങളാണ് ഇക്കിഗായ് കണ്ടെത്തുന്നതിൽ വരുന്നത്. നമ്മൾ ചെയ്യേണ്ടത്, 1, വാട്ട് യു ലവ് ടു ഡു എന്നുള്ളതാണ്. നിങ്ങൾ ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് എഴുതുക. നമ്പർ 1, 2, 3 ആയിട്ട് ഇങ്ങനെ ഒരു 10 കാര്യങ്ങളെങ്കിലും എഴുതുക. ജീവിതത്തിൽ നിങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന, സ്നേഹത്തോടെ ചെയ്യുന്ന ഒരു 10 കാര്യങ്ങളുടെയെങ്കിലും ലിസ്റ്റ് ഉണ്ടാക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് വാട്ട് യു ആർ ഗുഡ് അറ്റ് എന്നുള്ളതാണ്. ഈ എഴുതപ്പെട്ട കാര്യങ്ങളിൽ ഇപ്പൊ കുറേയേറെ കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമാണ് ചെയ്യാൻ. പാട്ട് പാടാൻ ഇഷ്ടമാണ്, എഴുതാൻ ഇഷ്ടമാണ്, ഇതുപോലെ ക്ലാസ് എടുക്കാൻ ഇഷ്ടമാണ്, അല്ലെങ്കിൽ പുരോഹിത ജോലി ചെയ്യാൻ ഇഷ്ടമാണ്. ഇങ്ങനെയൊക്കെ പല പല ഇഷ്ടങ്ങളായിരിക്കും നമ്മൾ എഴുതിയിരിക്കുന്നത്. ആ ഇഷ്ടങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വാട്ട് യു ആർ ഗുഡ് അറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ 1, 2 കാര്യങ്ങളിൽ നമ്മൾ വളരെ സ്കിൽഫുൾ ആയിട്ടുള്ള ആളായിരിക്കും. നമുക്ക് നല്ല കഴിവുണ്ടായിരിക്കും. ആ കഴിവുള്ള കാര്യം ഏതാണ് എന്ന് നിങ്ങൾ കണ്ടെത്തുക. നമുക്ക് പാട്ട് പാടാൻ പറ്റും. ചിലർക്ക് പാട്ട് പാടുന്നതിനേക്കാൾ ഇതുപോലെ സംസാരിക്കാനായിരിക്കും കഴിവ് കിട്ടുക. ചിലർക്ക് ബിസിനസ് ചെയ്യാനായിരിക്കും നല്ല കഴിവുണ്ടാവുക. അപ്പൊ എന്തിനാണോ നിങ്ങൾ സ്കിൽഫുൾ ആയിട്ടുള്ളത് അത് കണ്ടെത്തുക. രണ്ടാമത്തത്. 3, വാട്ട് യു പെയ്ഡ് ഫോർ, വാട്ട് യു ക്യാൻ ബി പെയ്ഡ് ഫോർ എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ചെയ്യുന്ന ഇഷ്ടമുള്ള, സ്കിൽഫുൾ ആയിട്ടുള്ള ആ കാര്യത്തിൽ നിന്ന് നമ്മൾ വീൽ ഓഫ് ലൈഫിൽ എഴുതിയ ആ 8 കാര്യങ്ങളിൽ വെൽത്ത് അല്ലെങ്കിൽ മണി എന്ന് പറയുന്നതിന് വളരെയധികം പ്രാധാന്യമുണ്ട് ജീവിതത്തിൽ. അപ്പൊ ഈ പണം, നമുക്ക് വരുമാനം വേണം, എന്നാലേ ജീവിക്കാൻ പറ്റൂ. നമ്മൾ ദാരിദ്ര്യത്തിൽ ജീവിച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്തിട്ട് കാര്യമില്ല. കാരണം പണം, ശമ്പളം അല്ലെങ്കിൽ അത് നിർബന്ധമാണ്. അതാണ് വാട്ട് യു ക്യാൻ ബി പെയ്ഡ് ഫോർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തുമാത്രം സമ്പാദിക്കാൻ പറ്റും, നിങ്ങൾ ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് കഴിവുള്ള ഈ മേഖല നിങ്ങളുടെ ഒരു കരിയറാക്കി മാറ്റിയാൽ, നിങ്ങളുടെ ഒരു ജോബാക്കി മാറ്റിയാൽ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടും? 4മത്തത്, നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഈ 3 മേഖലകൾ വാട്ട് ദ സൊസൈറ്റി നീഡ് എന്നുള്ളതാണ്. അതായത് നമുക്ക് സന്തോഷം നൽകുന്ന, നമ്മൾ വളരെ കഴിവ് കാണിക്കുന്ന, നമുക്ക് വലിയ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഈ പ്രവൃത്തി കൊണ്ട് സൊസൈറ്റിക്ക് എന്താണ് ഗുണം, സമൂഹത്തിന് എന്താണ് ഗുണം? കാരണം നമ്മൾ പറഞ്ഞു, നമ്മളൊരു സോഷ്യൽ അനിമലാണ്, നമ്മളൊരു സാമൂഹ ജീവിയാണ്. നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തിലെ നേട്ടങ്ങളെല്ലാം ഈ സൊസൈറ്റി, സമൂഹം നൽകിയതാണ്, ഒന്നും നമ്മുടേതല്ല. ഇപ്പൊ നമ്മൾ ഇവിടെ നിൽക്കുമ്പോ ഈ മരം, ഇത് ഉണ്ടാക്കിയ നമ്മളല്ല, ഈ മൈക്ക് കണ്ടുപിടിച്ച നമ്മളല്ല, ഈ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ച നമ്മളല്ല, നമുക്ക് തണുപ്പ് നൽകുന്ന ഈ ഫാൻ കണ്ടുപിടിച്ച നമ്മളല്ല, ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ച നമ്മളല്ല, ബൾബ് കണ്ടുപിടിച്ച നമ്മളല്ല, ഇരിക്കുന്ന ചെയർ കണ്ടുപിടിച്ച നമ്മളല്ല, എഴുതുന്ന പേന കണ്ടുപിടിച്ച നമ്മളല്ല, ഒന്നും നമ്മളല്ല. ശരി, സത്യത്തിൽ ഇത് മറ്റാരോ ഒരുപാട് വർഷങ്ങൾ. ഉദാഹരണത്തിന് ഫിലമെന്റ് ലാമ്പിന്റെ കഥ നമ്മൾ എല്ലായിടത്തും പറയാറുണ്ട്. എന്റെ കയ്യിൽ ഒരു ഫിലമെന്റ് ലാമ്പ് ഇരിപ്പുണ്ട്. കാരണം അത് നമുക്ക് നൽകുന്ന ഒരുപാട് പാഠങ്ങളുണ്ട്. ഒരു ഫിലമെന്റ് ലാമ്പ് 10 രൂപ കൊടുത്താൽ നമ്മൾ മാർക്കറ്റ് വാങ്ങുന്ന, ഇപ്പോ ഔട്ടായിക്കൊണ്ടിരിക്കുന്നതാണെങ്കിലും ഒരു കാലത്ത് ലോകത്തെ വെളിച്ചത്തിലേക്ക് നയിച്ച, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിച്ച ആ കണ്ടുപിടുത്തം, ആ ഫിലമെന്റ് ലാമ്പിന്റെ ഫിലമെന്റ് കണ്ടുപിടിക്കാൻ ഒരു മനുഷ്യൻ നടത്തിയ ത്യാഗത്തിന്റെ, നിരന്തരമായ പരിശ്രമത്തിന്റെ 9999 പ്രാവശ്യം പരാജയപ്പെട്ടപ്പോഴും നിർത്താതെ വീണ്ടും പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ട ഒരു മനുഷ്യൻ. പറയുന്നത് 10,000ാമത്തെ വസ്തുവായി ടങ്സ്റ്റൺ ഉപയോഗിച്ചപ്പോഴാണ് അത് പ്രകാശിച്ചത് എന്നാണ്. ആ സന്തോഷം കൊണ്ട് രാത്രി അദ്ദേഹത്തിന്റെ വീട്ടിലെ പരീക്ഷണശാലയിൽ ആദ്യമായി ബൾബ് പ്രകാശിച്ചപ്പോ ഉറങ്ങിയിരുന്ന ഭാര്യയെ അദ്ദേഹം വിളിച്ചു.
ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞു, ദാ ഞാനൊരു കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉറക്കച്ചടവോടെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചിട്ട് ദേഷ്യത്തിൽ വന്ന ഭാര്യ അന്ന് പറഞ്ഞത്, ഓട്ട കണ്ടുപിടുത്തം, പൊട്ട കണ്ടുപിടുത്തം, ഈ കണ്ടുപിടുത്തം കൊണ്ട് ഒരു ഗുണവും നമുക്കുമില്ല, ഈ ലോകത്തിനും ഉണ്ടാകാൻ പോകാത്ത നശിച്ച കണ്ടുപിടുത്തം എന്നാണ് ആ വൈദ്യ ബൾബിന്റെ കണ്ടുപിടുത്തത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞതെന്നാണ്. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ മരണ വാർത്ത അമേരിക്ക റേഡിയോ റിപ്പോർട്ട് ചെയ്യുമ്പോ അമേരിക്കയിലെ സകലമാന വൈദ്യുത ബൾബുകളും അണച്ചുകൊണ്ട് ജനം അദ്ദേഹത്തിന് യാത്രയപ്പ് നൽകിയെന്നാണ് കണ്ടുപിടുത്തം. അപ്പൊ നമ്മുടെ വീട്ടിൽ ഓരോ വൈദ്യുത ബൾബ് കത്തുമ്പോഴും നമ്മൾ നന്ദിയോടെ സ്മരിക്കേണ്ട ഒരു വ്യക്തിത്വമുണ്ട്. അത് മറ്റാരുമല്ല, തോമസ് ആൽവ എഡിസൺ. അപ്പൊ പറഞ്ഞു വന്നത് ഇതൊന്നും നമ്മുടെ അല്ല. അപ്പൊ നമ്മൾ ഇതെല്ലാം ഉപയോഗിക്കുമ്പോ നമ്മൾ തിരിച്ച് സമൂഹത്തിന് എന്ത് കൊടുക്കും? നിങ്ങൾ ചെയ്യുന്ന ജോലി കൊണ്ട് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാകുന്നതോടൊപ്പം അതുകൊണ്ട് സമൂഹത്തിന് എന്ത് കിട്ടും? ഇത് നോക്കണം. ഇങ്ങനെ ഈ 4 ഫാക്ടറികളും നോക്കിക്കഴിഞ്ഞ ഒരു റൗണ്ട് ഇക്കിയുടെ പുസ്തകത്തിൽ അത് കാണിക്കുന്നുണ്ട്. ഈ 4ഉം കൂടി ചേർന്ന് വരുന്ന, അതായത് വാട്ട് യു ആർ ലവ്, നമുക്ക് ഇഷ്ടപ്പെട്ട, നമ്മൾ വളരെ സ്കിൽഫുൾ ആയിട്ടുള്ള, നമുക്ക് വരുമാനം ലഭിക്കുന്ന ആ പ്രവൃത്തി കൊണ്ട് സമൂഹത്തിനും ഗുണം ചെയ്യുന്ന ഈ 4ഉം കൂടി ചേർന്ന് വരുന്ന ഒരു സ്ഥലമുണ്ട്. ഇതാണ് നമ്മുടെ ഇക്കിഗായ് എന്ന് പറയുന്നത്. ഈ 4 കാര്യങ്ങൾ. ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന നിലവിലെ പ്രവർത്തികൾ ഈ 4 ഘടകങ്ങളും ചേർന്നതാണോ? സൊസൈറ്റിക്ക് ഗുണമുണ്ടോ നമ്മൾ ചെയ്യുന്ന ഈ കാര്യം കൊണ്ട്? നമ്മൾ അതിൽ ഇഷ്ടപ്പെട്ടാണോ ചെയ്യുന്നത്? ഇഷ്ടപ്പെടാതെ നമ്മൾ മറ്റു 3 ശരിയായി, നമുക്ക് ഈ ഫീൽഡ് ഇഷ്ടമല്ല, നമ്മുടെ ജീവിതവും പോയി, മറ്റുള്ളവരോ ജീവിതവും പോയി. ഇപ്പൊ പോലീസ് പണി ഇഷ്ടപ്പെടാതെ അദ്ദേഹം മറ്റെല്ലാ 3ഉം ചിലപ്പോൾ അതിനകത്ത് ശരിയായിരിക്കും. വരുമാനം കിട്ടും, സൊസൈറ്റിക്ക് ഗുണമുണ്ട്, സൊസൈറ്റിക്ക് പോലീസുകാരനായി കഴിഞ്ഞാൽ സമൂഹത്തിന് സ്വസ്ഥമായി കിടന്നുറങ്ങാം, അല്ലേ സാറേ? സ്വസ്ഥമായി കിടന്നുറങ്ങാം, നമുക്ക് വരുമാനം കിട്ടും. പോലീസുകാരൻ എന്ന നിലയിൽ നമ്മൾ വളരെ സ്കിൽഫുൾ ആണ്, പക്ഷെ നമുക്ക് ആ ജോലി ഇഷ്ടമല്ല. എന്തായിരിക്കും ജീവിതത്തിൽ സംഭവിക്കുക? അപ്പൊ അതാണ് പറയുന്നത്, നാം നമ്മുടെ ജീവിതത്തിൽ ഒരു ഇക്കിഗായ് കണ്ടെത്തും. ഇതാണ് നമ്മുടെ ആദ്യത്തെ സെക്ഷനിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇക്കിഗായ് കണ്ടെത്തി കഴിഞ്ഞാൽ ഓരോ ആളുകൾക്കും അവനവന്റെ ഇക്കിഗായ് കണ്ടെത്തിയാൽ അവൻ ഉദ്ദേശിക്കുന്ന ആയുസ് വരെ ജീവിക്കാം. വെറുതെ ജീവിക്കല്ല, സന്തോഷത്തോടെ ജീവിക്കാം. അതായത് ജപ്പാനിലെ ഈ 100 വയസ്സിലധികം കഴിഞ്ഞ് ഏതൊരാളോട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചാൽ അവർ കൃത്യമായി അവരുടെ ലൈഫ് പർപ്പസ് പറയും. പക്ഷെ നമ്മോട് ചോദിച്ചാൽ എന്തിനാ ജീവിക്കണത്, എന്തിനാ ജോലി ചെയ്യുന്നത്, അങ്ങനെ ജോലി കിട്ടി അതുകൊണ്ട് ചെയ്യുന്നു എന്നതിന് പകരം ഈ 4 എണ്ണത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ചെയ്യുക. അവിടെ പിന്നെ വരുന്നതാണ് മൊവായ് എന്ന് പറയുന്ന കൂട്ടായ്മ. ഇതുപോലുള്ള ഒരുപാട് ഘടകങ്ങൾ അതിനകത്തുണ്ട്. ഭക്ഷണത്തെ കുറിച്ച് അതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം ഹരേ ഹാച്ചിബു എന്ന് പറയുന്ന ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടോ? ഹരേ ഹാച്ചിബു എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് വാക്കാണ്. അരവയർ ഭക്ഷണം എന്നല്ല സാർ പറഞ്ഞത്, കുറച്ചുകൂടി ശരിയായി, ഒന്നുകൂടി പറഞ്ഞാൽ കറക്റ്റ് ആവും. 50% 80% ഭക്ഷിക്കുക. ഈറ്റ് അണ്ടിൽ 8% എന്നാണ്. 8% നിങ്ങളുടെ വയറിന്റെ 80% നിറയ്ക്കുക, 20% ഫ്രീ ഇടുക. അതാണ് അരേ ഹാച്ചിബു, അവരുടെ ദീർഘായുസിന്റെ രഹസ്യം. പിന്നെ ഭക്ഷണം വിളമ്പുന്ന പാത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. 5 പാത്രങ്ങൾ, ചെറിയ ചെറിയ പാത്രങ്ങളിലാണ് അവർ ഭക്ഷണം വിളമ്പുന്നത്. നമ്മളൊക്കെ വിളമ്പുന്ന വീട്ടിലെ ഏറ്റവും വലിയ പാത്രത്തിലാണ് ഭക്ഷണം വിളമ്പുന്നത്. 5 പാത്രങ്ങളുണ്ടെങ്കിൽ അതിൽ ഏറ്റവും വലിയ പാത്രത്തിൽ മുഖ്യമായ ഭക്ഷണം വിളമ്പും. ഇപ്പൊ നമുക്ക് ചോറാണെങ്കിൽ ചോറ്, ചപ്പാത്തിയാണെങ്കിൽ ചപ്പാത്തി, പൊറോട്ടയാണെങ്കിൽ പൊറോട്ട. കറികളെല്ലാം ചെറിയ ചെറിയ ബൗളുകളിൽ വിളമ്പും. അപ്പോൾ ഒരു ഗുണം, ഈ 5 പാത്രം കാണുമ്പോൾ നമ്മുടെ വിശപ്പ് പകുതി പോയി. എന്റെ മുന്നേ ഇത് അപ്പടി ഞാൻ കഴിക്കേണ്ടി വരുമോ എന്ന് ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാകും. അപ്പൊ ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു ടെക്നിക്കാണ് അത്. അതേപോലെ തന്നെ മറ്റൊന്നാണ് ഹൊപ്പനോപ്പനോ എന്ന് പറയുന്ന ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹൊപ്പനോപ്പനോ എന്ന് കേട്ടിട്ടുണ്ടോ? 4 മാന്ത്രിക വാക്കുകൾ വരുന്ന ഒരു ഘടകമാണ്.
ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ സന്തോഷമൊക്കെ ഉണ്ടാകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഐ ആം സോറി. ഐ ആം സോറി. ഐ ആം സോറി എന്ന് ഞാൻ ഒരാളോട് പറയുമ്പോൾ, ഞാൻ ഇപ്പൊ നടന്നു പോകുന്ന ഒരാളുടെ കാലിൽ ചവിട്ടി, ഞാൻ അയാളോട് പറയുന്ന ഐ ആം സോറി എന്ന് പറയുമ്പോൾ സംഭവിക്കുന്ന എന്താ? ഐ ആം സോറി എന്ന് പറയുമ്പോൾ സംഭവിക്കുന്ന എന്താ പറയാമോ? ഞാനിപ്പോ സാറിന്റെ കാലിൽ ചവിട്ടി, അല്ലെങ്കിൽ സാറിനെ അറിയാതെ ദേഹത്ത് തട്ടി, സാറിന് വേദനിച്ചു, ഞാൻ സാറിനോട് പറയുന്നു ഐ ആം സോറി. ആ തെറ്റിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുകയാണ്. ഐ ആം സോറി എന്ന് പറയുമ്പോൾ ഞാൻ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയാണ്. അല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു മാറുകയല്ല ഞാൻ. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സൊസൈറ്റിയിൽ, നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് പരാജയങ്ങൾ, തെറ്റുകളൊക്കെ സംഭവിക്കും. അപ്പോൾ അതിന്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കലാണ് ഐ ആം സോറി എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു വാക്കാണ് താങ്ക് യു എന്ന് പറയുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ്. താങ്ക് യു എന്ന് പറയുന്ന ഒരു വാക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ മറ്റൊരാൾ നമുക്ക് ചെയ്ത സേവനങ്ങളെ നമ്മൾ വിലമതിക്കുകയാണ് താങ്ക് യു പറയുന്നതിലൂടെ. പക്ഷെ നമ്മൾ എത്ര പ്രാവശ്യം താങ്ക് യു പറയുന്നുണ്ട് എന്നുള്ളത്. മറ്റൊരു മാജിക് വേർഡാണ്, ഒപ്പനൊപ്പം പ്രാക്ടീസ് ചെയ്യുന്നതിൽ ഉപയോഗിക്കുന്ന മറ്റൊരു മാജിക് വേർഡാണ് നമ്മൾ പറഞ്ഞത് ഐ ആം സോറി. മറ്റൊന്ന് ഫോർഗിവ് മീ. പ്ലീസ് ഫോർഗിവ് മീ. എന്നോട് ക്ഷമിക്കൂ, എന്നോട് ക്ഷമിക്കൂ എന്ന് പറയുന്ന ആ മനോഹരമായ ആ വാക്ക്. പിന്നെ ഒന്ന് താങ്ക് യു പറഞ്ഞില്ലേ? താങ്ക് യു പറഞ്ഞല്ലോ. ഐ ആം സോറി, താങ്ക് യു, ഫോർഗിവ് മീ, ഓർമ്മ കൂടി ഉണ്ടല്ലോ. അതെന്നാ? പ്ലീസ് അല്ല, പ്ലീസ് സാധാരണ ഉപയോഗിക്കുന്നു. ഐ ലവ് യു അല്ലേ? യെസ് യെസ്, ഐ ലവ് യു. ഇത്തരത്തില് ഇങ്ങനത്തെ പല സിസ്റ്റങ്ങളാണ് അവരൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ വിഷയമാണ് ആദ്യം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് അവരുടെ ജീവിത രീതിയിൽ അവര് ഫിസിക്കൽ എക്സസൈസ്, റേഡിയോ തായ്സു എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. റേഡിയോ തായ്സു കേട്ടിട്ടുണ്ടോ? റേഡിയോ തായ്സു എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? റേഡിയോ തായ്സു എന്ന് പറയുന്നത് റേഡിയോയിലൂടെ, പണ്ട് ടി വി ഒന്നും ഇല്ലാത്തത് കൊണ്ടൊക്കെ റേഡിയോയിലൂടെ കിട്ടുന്ന മെസ്സേജ് അനുസരിച്ച് ചെയ്തിരുന്ന ഒരു എക്സസൈസ് എന്ന നിലയിലാണ് റേഡിയോ തായ്സു എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഞാനതെല്ലാം സെർച്ച് ചെയ്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ പ്രൊജക്ടർ വെച്ച് കാണാൻ, പ്രൊജക്ടറൊക്കെ വണ്ടിയിലും വച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് സിമ്പിൾ എക്സസൈസ് ആണ്. പക്ഷെ അത് ഇവിടെ ചെയ്തു. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. നമ്മൾ തുടക്കത്തിൽ ഇവിടെ എക്സസൈസ് ചെയ്യാൻ പറഞ്ഞപ്പോ ഏത് സാറാന്ന് ഞാൻ മറന്നുപോയി. എനിക്ക് നിങ്ങളുടെ കൈ കൊണ്ടൊക്കെ കുറെ ആക്ഷൻസ് കാണിച്ചില്ലേ? അത് ആരായിരുന്നു കാണിച്ചേ? പോയാ ഇല്ല, ആ സാർ പോയി. അതാണ് റേഡിയോ തായ്സ് എന്ന് പറയുന്ന ആക്ടിവിറ്റി ആണത്. അതായത് നിങ്ങളുടെ കൈകളെ, ഇപ്പൊ നിലവിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം മൊബൈൽ ഫോണില്, ലാപ്ടോപ്പില്, ഓഫീസുകളിലൊക്കെ ഇരുന്ന് എഴുതുമ്പോ നമ്മൾ ഒരിക്കലും നമ്മുടെ കൈ മുകളിലേക്ക് ഉയർത്തുന്നില്ല. നമ്മുടെ കൈ താഴേക്ക് ഉയർത്തിക്കൊണ്ടാണ്, തോണ്ടലൊക്കെ താഴേക്ക് വെച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കൈ മുകളിലേക്ക് ഉയർത്തുന്ന, കൈകൾ ചലിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ അധികം ചെയ്യുന്നില്ല. ആരോഗ്യ രഹസ്യത്തിന്റെ, ഹെൽത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് നിങ്ങളുടെ കൈകൾ സ്വതന്ത്രമായി മുകളിലേക്ക് ഉയർത്തുകയും സൈഡിലേക്ക് കൊണ്ടുവരികയും ഇതുപോലെയൊക്കെ ചെയ്യുക, അതുപോലെ ഇതുപോലെ ചെയ്യുക, ഇതുപോലെ അടിക്കുക. കൈ കൊണ്ടൊക്കെ ഇവിടെ കാണിച്ച ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിലൊക്കെ അത് നിരന്തരം ചെയ്യാം. നിങ്ങൾ ആരെങ്കിലും യൂട്യൂബിൽ നോക്കിയിട്ട് റേഡിയോ തായ്സു എക്സസൈസ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. 2-3 മിനിറ്റ് പാട്ടൊക്കെ വെച്ചിട്ട് മനോഹരമായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു എക്സസൈസ് ആണ്. അതായത് പരമാവധി നമ്മുടെ കൈകളെ ചലിപ്പിക്കുക എന്നതാണ് റേഡിയോ തായ്സ് എന്ന് പറയുന്നത്. അത് പല രീതിയിൽ തന്നെ ഇവിടെ ചെയ്തിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള പല പല രീതികളാണ് അവർ ഉപയോഗിക്കുന്നത്. മറ്റൊന്ന് നമ്മൾ പറഞ്ഞു, മൊആയ് എന്ന് പറയുന്ന ലൈഫ് ലോങ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ആ കൂട്ടായ്മ. ഇതൊക്കെ അവരുടെ ദീർഘായുസിന്റെ കാര്യങ്ങളാണെങ്കിൽ, എങ്കിൽ ഇത് പറഞ്ഞിട്ട് നമ്മൾ ദീർഘായുസിന്റെ രഹസ്യം വന്ന ഇക്കിഗായ്, ബാക്കി നിങ്ങൾ ആ പുസ്തകമൊക്കെ വായിച്ച് പഠിക്കണം. കാരണം അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഞാനിവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ആ എഴുത്തുകാരോട് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം. കാരണം അനേക വർഷത്തെ പഠനങ്ങളുടെയും യാത്രകൾ ചെയ്ത് ആ ദ്വീപിൽ പോയി, അങ്ങനത്തെ ഒരുപാട് ബ്ലൂ സോൺ ഏരിയകളിൽ പോയി
അനേക വർഷങ്ങൾ എടുത്തവർ നടത്തിയ ശേഖരിച്ച അറിവിനെയാണ് നമ്മുടെ മുന്നിലേക്ക് ഇക്കിഗായ് എന്ന ഒരു പുസ്തകത്തിലൂടെ അവതരിപ്പിക്കുമ്പോൾ ആ പുസ്തകം അപ്പടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദ്രോഹം തന്നെയായിരിക്കും. അതുകൊണ്ട് പുസ്തകം എഴുതപ്പെടുന്നത് വായിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വായിക്കണം, വില കൊടുത്ത് വാങ്ങണം, അത് വായിക്കുക. അപ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത്.